പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ആലപ്പുഴ വണ്ടാനത്തെ ഫാർമസി കോളേജിലെ 200ഓളം വിദ്യാർത്ഥികളാണ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. 5 അധ്യാപകരുടെ കുറവ് മൂലം ആരോഗ്യ സർവകലാശാല കോളേജിന്റെ അംഗീകാരം 3 മാസം മുൻപ് റദ്ദാക്കിയെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അവസാന വർഷ ബിഫാം ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഉടൻ തുടങ്ങും. 31-ന് പരീക്ഷ അവസാനിക്കും. ഫാർമസി പ്രാക്ടീസ് പഠിപ്പിക്കാൻ അധ്യാപകനില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ സ്വന്തമായി പഠിച്ചാണ് പരീക്ഷ എഴുതേണ്ടത്. ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. ഇവിടെ 21 ടീച്ചേഴ്സ് വേണ്ട പോസ്റ്റിൽ 18 പേരെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 13 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസ് എന്ന സബ്ജക്റ്റ് ഒരു ടീച്ചറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. അത് കിട്ടാണ്ട് കഴിഞ്ഞ ഡിസംബറിൽ പ്രശ്നം പറ്റിയതാണിത്. ഞങ്ങൾ കുറേ ലെറ്റേഴ്സ് ഞങ്ങൾ അയച്ചു, DMEക്ക് അയച്ചു, ഞങ്ങൾ യൂണിവേഴ്സിറ്റീസ് അയച്ചു, പ്രിൻസിപ്പൾ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കണം. പക്ഷേ ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫാർമസി പ്രാക്ടീസ് അധ്യാപകൻ വിദ്യാർത്ഥികളുടെ റെക്കോർഡുകൾ പരിശോധിച്ച് അംഗീകാരം നൽകിയിട്ടുമില്ല. അധ്യാപകർ കുറവുള്ളതിനും സിലബസ് പൂർത്തിയാക്കാത്തതിനുമെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസ് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ആവശ്യം ഉന്നയിച്ച് തിരുവനന്തപുരത്ത് DME ഓഫീസ് ഉപരോധിക്കുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. PSC റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഫാർമസി പ്രാക്ടീസ് ഗസ്റ്റ് അധ്യാപകനെ ഒഴിവാക്കി. ആലപ്പുഴ കോളേജിൽ ഫാർമസി പ്രാക്ടീസ് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത വിവരം കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ പലതവണ ധരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഫാർമസി പ്രാക്ടീസ് കൂടാതെ സോഷ്യൽ ആൻഡ് പ്രിവന്റീവ് ഫാർമസി, സോഷ്യൽ ഫാർമസി, പത്തോഫിസിയോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, H&CP, ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്നീ അധ്യാപകരുടെ ഒഴിവുകളാണുള്ളത്. 20 വിദ്യാർത്ഥികളാണ് ഒരു ബാച്ചിൽ പഠിക്കുന്നത്. 4 വർഷമാണ് കോഴ്സ് കാലാവധി. അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിന് മൂല്യമില്ലാതെ വരുമെന്നും ഇവർക്ക് ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.